നമസ്കാരം. പട്ടികജാതി വികസന വകുപ്പ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെയിന്റർ ജനറൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എയർലെസ് സ്പ്രേയിങ്ങിനെ കുറിച്ചാണ്. എയർലെസ് സ്പ്രേയിങ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് വേർതിരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർലെസ് സ്പ്രേയിങ്ങിനെ കുറിച്ചുള്ള ഒരു ആമുഖം നമ്മൾ പഠിക്കും. എയർലെസ് സ്പ്രേയിങ്ങിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനം എന്താണെന്ന് നമ്മൾ പഠിക്കും. സർഫസ് പ്രിപ്പറേഷൻ, അതായത് എയർലെസ് സ്പ്രേയിങ്ങിന് മുമ്പായിട്ട് നമ്മൾ സർഫസ് പ്രിപ്പയർ ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ടെക്നിക്സ് ഓഫ് എയർലെസ് സ്പ്രേയിങ്, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെക്നിക്ക് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. അവസാനം ഇതിൻ്റെ സവിശേഷതകൾ, അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. എന്താണ് എയർലെസ് സ്പ്രേയിങ് എന്ന് ചോദിച്ചാൽ, ആ ഒരു വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത്. അതായത് എയർലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായുരഹിതം. അപ്പം നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് എയർ കംപ്രസിങ് അല്ലെങ്കിൽ എയർ സ്പ്രേയിങ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സാധാരണ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി എയർലെസ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും, അല്ലേ? അതായത് എയർ സ്പ്രേയിങ്ങിൽ എയറാണ് പെയിൻറ്റിനെ ആറ്റോമൈസ് ചെയ്യുന്നതെങ്കിൽ, ഈ എയർലെസ്സിലോട്ട് വരുന്ന സമയത്ത് പ്രഷർ, മർദ്ദമാണ് പെയിൻറ്റിനെ ആറ്റോമൈസ് ചെയ്ത് പ്രയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എയർ ഇല്ലാതെ മർദ്ദത്തിൻ്റെ സഹായത്താൽ നടക്കുന്ന പ്രോസസ്സിങ്ങിനെ, ആ ഒരു തത്വത്തിനെ നമ്മൾ സാധാരണ പറയുന്നതാണ് എയർലെസ്. This innovative process for spraying paint is more popular today than ever before thanks to continuing advancements in technology and how the different types of airless spray delivery methods have been improved over time on job sites around. അതായത് പെയിൻറ് സ്പ്രേ ചെയ്യുന്ന ഈ നൂതന പ്രക്രിയ മുമ്പത്തേക്കാളും ജനപ്രിയമാണ്. അത് പറയാൻ കാര്യം, പുരോഗതിക്കും ലോകമെമ്പാടുമുള്ള തൊഴിൽ സൈറ്റുകളിൽ വിവിധ തരം എയർലെസ് സ്പ്രേ ജനകീയമാവാൻ കാര്യം ഇതിൻ്റെ കുറച്ച് സവിശേഷതകളാണ്. ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഇതിൻ്റെ ജനപ്രിയമാക്കാനായിട്ട് കാര്യം. മറ്റു ടെക്നിക്കിൽ നിന്ന് ഇതിനെ ജനപ്രിയമാക്കാൻ കാര്യം ഇതിൻ്റെ കുറച്ച് സവിശേഷതകളാണ്. അത് ചുവടെ പറയുന്നു. Airless spraying is the fastest and most versatile way to achieve professional painting results and spray the widest variety of materials unthinned. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള പെയിൻറ്റിങ്ങിൽ നമുക്ക് മികച്ച റിസൾട്ട് നേടുന്നതിനും വിശാലവും വൈവിധ്യവും മാറുന്ന വസ്തുക്കൾ സ്പ്രേ ചെയ്യുന്നതിനും വേഗതയുള്ളതും നിലവിൽ വൈവിധ്യമാർന്നതുമായ ഒരു മികച്ച മാർഗമാണ് എയർലെസ് സ്പ്രേയിങ് എന്നുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ പെയിൻറ്റിങ് നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വൈവിധ്യമാർന്ന രീതിയിലും വിശാലമായ ഏരിയയിൽ സ്പ്രേ ചെയ്യുന്നതിനും എളുപ്പത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എയർലെസ് സ്പ്രേയിങ് എന്നുള്ളത്. ഇൻഫാക്റ്റ് യൂസിങ് ആൻ എയർലെസ് സ്പ്രേയർ ഈസ് up to 10 times faster than using a brush and at least 4 times as fast as a roller. അതായത് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എയർലെസ് സ്പ്രേയർ ഉപയോഗിക്കുന്നത് അത് ബ്രഷ് ഉപയോഗിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് വേഗതയുള്ളതും കൂടാതെ റോളറിനേക്കാൾ 4 ഇരട്ടി വേഗത്തിലും നമുക്ക് വേഗത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ബ്രഷിൻ്റെയും ഇതിനേക്കാളും സ്പീഡായിട്ട് നമുക്കിത് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും, അല്ലെങ്കിൽ ആ ഒരു നേട്ടമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ലാർജർ പെയിൻറ്റിംഗ് ജോബ്സ് ആൻ എയർലെസ് സ്പ്രേയർ ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ടു അപ്ലൈ പെയിൻറ്റ്. അതായത് നമ്മൾ വലിയ പെയിൻറ്റിംഗ് ജോലികൾക്കായി നമുക്ക് വലിയ പെയിൻറ്റിംഗ് ആയിട്ടുള്ള ജോബുകൾക്ക്, ഇപ്പോൾ വലിയ മാളുകളായിരുന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലോ അങ്ങനെ വരുന്ന ഏരിയ കൂടിയ ജോലികൾക്കായി
നമുക്കെന്താണ് ആ പെയിൻറ്റിങ് അവിടെ പ്രയോഗിക്കാനായിട്ട്, ഇൻ കേസ് അത് ഔട്ട്ഡോറിലാണെങ്കിലും ഇൻഡോറിലാണെങ്കിലും ഇൻറ്റീരിയർ സൈഡിലും എവിടെ ആയിരുന്നാണെങ്കിൽ പോലും നമുക്ക് പെയിൻറ്റിങ് ജോലി ചെയ്യുന്നതിനായിട്ട് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള മാർഗമാണ് എയർലെസ് സ്പ്രേയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എയർലെസ് സ്പ്രേയർ യൂസസ് ആൻ electrically run hydraulic pump to move paint from a bucket or container through a tube into a high pressure hose to a spray gun and finally to the surface. ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നിന്നോ ഒരു ട്യൂബിലൂടെ ഉയർന്ന മർദ്ദമുള്ള ഹോസിലേക്കും അതുപോലെ തന്നെ സ്പ്രേ ഗണ്ണിലേക്കും ഒടുവിൽ ഉപരിതലത്തിലേക്കും പെയിന്റ് നീക്കാനായിട്ട് എയർലെസ് സ്പ്രേയർ വൈദ്യുതപരമായി പ്രവർത്തിക്കുന്ന ഹൈഡ്രോളിക് പമ്പുകൾ ഇതിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയർലെസ് സ്പ്രേയിങ് ഡെഫിനിഷൻ. Airless spray is a painting technique that simplifies the painting process. This can be achieved with an airless sprayer that pumps the paint under high pressure at a high pressure 3000 psi and a special hose. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെയിൻറ്റിംഗ് പ്രക്രിയയെ ലളിതമാക്കുന്ന ഒരു പെയിൻറ്റിംഗ് സാങ്കേതികതയാണ് എയർലെസ് സ്പ്രേ. കോമൺ ആയിട്ട് നമ്മൾ ഒരുപാട് ലോകരാജ്യങ്ങളിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ്: ഉയർന്ന മർദ്ദത്തിൽ പെയിൻറ് പമ്പ് ചെയ്യുന്ന എയർലെസ് സ്പ്രേയർ 3000 psi വരെ ഒരു പ്രത്യേക ഹോസ് എന്നിവ ഉപയോഗിച്ച് ഇത് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നേടുന്നു എന്നുള്ളതാണ് ഇത് എൻ്റെ ഒരു ഡെഫിനിഷനിലോട്ട് പറയുമ്പോൾ വരുന്നത്. Airless spraying is a method of atomizing paint without the use of compressed air. Is the paint pumps at high pressure along the supply line to the anaerobic gun. കംപ്രസ് ചെയ്ത വായു ഉപയോഗിക്കാതെ പെയിൻറ് ആറ്റോമൈസ് ചെയ്യുന്ന രീതിയാണ് എയർലെസ് സ്പ്രേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എയർ ഗണ്ണാണെന്നുണ്ടെങ്കിൽ കംപ്രസ് ചെയ്ത വായുവാണ് ആറ്റോമൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കംപ്രസ് ചെയ്ത വായു ഉപയോഗിക്കാതെ, അതുകൊണ്ടാണ് എയർലെസ് എന്നുള്ള ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു പേര് ഇതിന് വന്നത്. കംപ്രസ് ചെയ്ത വായു ഉപയോഗിക്കാതെയുള്ള ആറ്റോമൈസിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. എയർലെസ് സ്പ്രേയിങ് ഈസ് എ മെത്തേഡ് ഓഫ് ആറ്റോമൈസിംഗ് പെയിന്റ് വിത്തൗട്ട് ദ യൂസ് ഓഫ് കംപ്രസ്ഡ് എയർ. ഈസ് ദ പെയിന്റ് പമ്പ്സ് അറ്റ് ഹൈ പ്രഷർ എലോങ് ദ സപ്ലൈ ലൈൻ ടു ദ അനിയോറോബിക് ഗൺ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കംപ്രസ് ചെയ്ത വായു ഉപയോഗിക്കാതെ പെയിന്റ് ആറ്റോമൈസ് ചെയ്യപ്പെടുന്ന രീതിയാണ് എയർലെസ് സ്പ്രേ എന്നുള്ളത്. അത് നമ്മൾ ആമുഖത്തിലും ഇതിൽ നമ്മൾ തുടർന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ പറയുന്നത് ഉയർന്ന മർദ്ദമുള്ള പമ്പുകൾ വഴിയാണ് പെയിന്റിനെ എയർലെസ് ഗണ്ണിലേക്കും സപ്ലൈ ലൈനിലേക്കും എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എയർ സ്പ്രേയിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കംപ്രസ്ഡ് എയർ നിമിത്തമാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ ഹൈ പ്രഷറായിട്ടുള്ള പമ്പുകൾ വഴിയാണ് ഇതിവിടെ നടക്കുന്നത്. Paint is high pressure orifice or spray tip through a small opening on the front of the valve. Tip control creates a spray pattern. Atomization is what separates the material into smaller droplets. അതായത് പെയിൻറ് ഉയർന്ന രീതിയിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഏറ്റവും ഹൈ പ്രഷറിലായിരിക്കും പെയിൻറ് എയർലെസ്സിൽ പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് വാൽവിൻ്റെ മുൻവശത്തുള്ള ഒരു ചെറിയ ഓപ്പണിങ്ങിലൂടെ പ്രഷർ നിമിത്തമുള്ള പരിക്രമണം വഴി സ്പ്രേ ടിപ്പിനാലാണിത് സംഭവിക്കുന്നത്. അതിനാൽ ടിപ്പ് കൺട്രോൾ അല്ലെങ്കിൽ ഓറിഫൈസ് ഒരു സ്പ്രേ പാറ്റേൺ സൃഷ്ടിക്കപ്പെടുന്നു. മെറ്റീരിയലിനെ ചെറിയ തുള്ളികളായി വേർതിരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഇവിടെ ആറ്റോമൈസേഷൻ എന്ന് പറയുന്നത്.
They are connected to a high pressure pump commonly used at pressures of 300 to 7,500 pounds per square inch to atomize the coating, achieving the desired atomization and spray pattern sizes using different tip sizes. അതായത് ഉയർന്ന മർദ്ദമുള്ള പമ്പിലേക്ക് ഇവ കണക്ട് ചെയ്തിരിക്കുന്നു. കണക്റ്റഡ് ടു ഹൈ പ്രഷർ ഉയർന്ന മർദ്ദമുള്ള പമ്പിലേക്ക് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു ചതുരശ്ര ഇഞ്ചിന് 300 മുതൽ 7000 പൗണ്ട് വരെ മർദ്ദത്തിൽ കോട്ടിംഗ് ആറ്റമൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. അതായത് 300 മുതൽ 7500 പൗണ്ട് വരെയുള്ള മർദ്ദത്തിൽ കോട്ടിംഗ് ആറ്റമൈസ് ചെയ്യാനായിട്ടും ഇത് എയർലെസ്സിങ്ങും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത ടിപ്പ് വലിപ്പങ്ങൾ ആ ഒരു വേരിയേഷൻ ഉപയോഗിച്ച് ആവശ്യമുള്ള ആറ്റമൈസേഷനും സ്പ്രേ പാറ്റേൺ വലിപ്പങ്ങളും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നു. കോൺട്രാക്ട് പെയിന്റേഴ്സ് യൂസ് ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ടു ഡ്രോ ഹെവി ഡ്യൂട്ടി ഇൻഡസ്ട്രിയൽ, കെമിക്കൽ ആൻഡ് മറൈൻ കോട്ടിംഗ്സ് ആൻഡ് ലൈനിങ്സ്. വ്യവസായികവും കെമിക്കൽ, മറൈൻ കോട്ടിങ്ങുകളും ലൈനിങ്ങുകളും വരയ്ക്കാൻ മീൻസ് പ്രൊഫഷണൽ അല്ലെങ്കിൽ കോൺട്രാക്ട് പെയിന്റേഴ്സ് ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ചു വരുന്നു. ഇൻ എയർലെസ് സ്പ്രേ എ ഫാസ്റ്റ് മൂവിംഗ് ഹൈ പ്രഷർ ഫ്ലൂയിഡ് സിസ്റ്റം പ്രൊവൈഡ്സ് ഇനഫ് എനർജി ടു ഓവർകം ദ വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ ഓഫ് ദ ഫ്ലൂയിഡ്. എയർലെസ് സ്പ്രേയിൽ വേഗത്തിൽ നീങ്ങുന്ന ഉയർന്ന മർദ്ദമുള്ള ദ്രാവക പ്രവാഹം, ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ ആ ഒരു സർഫസ് നമ്മൾ പറഞ്ഞതുപോലെ സർഫസ് ടെൻഷൻ, ഉപരിതലത്തിന് അല്ലെങ്കിൽ ആ സർഫസ് ടെൻഷൻ എന്നിവ മറികടക്കാൻ ആവശ്യമായ എനർജി നൽകുകയാണ് ചെയ്യുന്നത്. അതായത് വേഗത്തിൽ നീങ്ങുകയും ഉയർന്ന മർദ്ദമുള്ള ദ്രാവക പ്രവാഹത്തിന്റെ വരുന്ന വിസ്കോസിറ്റിക്കും ആ ഒരു സർഫസിന്റെ ആ ടെൻഷനും കാര്യങ്ങളും വരുന്ന ഊർജം എയർലെസ് സ്പ്രേ മറികടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ പറയുന്നത് ഓർക്കുന്ന വിസ്കോസിറ്റി ആൻഡ് എ സിമ്പിൾ ആൻഡ് എവറി ഡേ എക്സാമ്പിൾ ഓഫ് ആൻ എയർലെസ് സ്പ്രേ സിസ്റ്റം ഈസ് ബാത്റൂം ഷവർ. എയർലെസ് സ്പ്രേ സിസ്റ്റത്തിൻ്റെ ലളിതവും നമുക്ക് ദൈനംദിനം നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം ഷവർ ഉണ്ടല്ലോ. ബാത്റൂം ഷവറാണ് നമുക്ക് ദൈനംദിനമായിട്ട് നമുക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഉദാഹരണം. ഇതാണ് എയർലെസ് സിസ്റ്റം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്രത്തോളം ഇത് പാക്കിംഗ് ആണെന്നുള്ളത്. അതായത് ഇപ്പോൾ എയർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ, എയർ കംപ്രസർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന് ആ കംപ്രസറിൻ്റെ ആ ഒരു കണ്ടെയ്നറും അതും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മറ്റ് സൈറ്റിൽ നിന്ന് സൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എയർലെസ് സിസ്റ്റം ഈ മോട്ടോർ സിസ്റ്റം ആയതുകൊണ്ട് നമുക്കത് വളരെ പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഒരു ഓബ്ജക്റ്റാണ്. ഇനി നമുക്ക് എയർലെസ് സ്പ്രേയിങ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള സർഫസ് പ്രിപ്പറേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പ്രോപ്പർ സർഫസ് പ്രിപ്പറേഷൻ ഈസ് റിക്വയർഡ് ഫോർ ഹൈ ക്വാളിറ്റി ഫിനിഷിംഗ്. ദ എമൗണ്ട് ഓഫ് സർഫസ് പ്രിപ്പറേഷൻ റിക്വയർഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ സർഫസ് കണ്ടീഷൻ ആൻഡ് ദ മെറ്റീരിയൽ ബീങ് അപ്ലൈഡ്. അതായത് നമുക്കറിയാം ഉയർന്ന നിലവാരമുള്ള ഫിനിഷിങ്ങിന് ശരിയായ ഉപരിതല തയ്യാറാക്കി എടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. നമ്മൾ മുൻ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് സർഫസ് പ്രിപ്പറേഷന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത്. അതായത് നമ്മൾ എത്രത്തോളം സർഫസ് നമ്മൾ പ്രിപ്പയർ ആക്കി എടുക്കും, മീൻസ് അത് സാൻഡ് ചെയ്ത് റസ്റ്റും കാര്യങ്ങളെല്ലാം മാറ്റി അത് ഡസ്റ്റെല്ലാം നീക്കി നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ആക്കി എടുക്കും അത്രത്തോളം ഫിനിഷിങ്ങിന് മൂർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ്ങിന് ആ ഒരു ക്വാളിറ്റി കൂടും. അതുപോലെ തന്നെ പറയുന്നത് ദ എമൗണ്ട് ഓഫ്
surface preparation is required depends on the surface condition and the material being applied. ആവശ്യമായ ഉപരിതല തയ്യാറെടുപ്പിൻ്റെ അളവ്, അതായത് നമ്മൾ എത്രത്തോളം നമ്മൾ ആ സർഫസ് പ്രിപ്പയർ ചെയ്തെടുക്കണം എന്നത് ഏതിനെ ആശ്രയിച്ചിരിക്കും? ഉപരിതല അവസ്ഥയും അത് പ്രയോഗിക്കുന്ന മെറ്റീരിയലിനെയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെറിയൊരു മീൻസ് ഒരു എന്താണ് ഒരു അയൺ പീസ് അല്ലെങ്കിൽ ഒരു അയൺ പ്ലേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുത്തത്. അതല്ലാതെ ഒരു വുഡാണെങ്കിൽ, ഒരു വലിയ വുഡാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, വലിയൊരു ലാർജായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മളത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ആ ഒരു മെറ്റീരിയലിനെ അനുസരിച്ചായിരിക്കും, ഡിഫറൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടത്. യു ക്യാൻ ഓൾവേസ് ഹാവ് ഗ്രേറ്റ് സക്സസ് ഇഫ് സ്പ്രേഡ് ഓൺ ടു എ ക്ലീൻ ഡ്രൈ സർഫസ്. വൃത്തിയുള്ളതും വരണ്ടതുമായ ഒരു പ്രതലത്തിലേക്ക് തളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മികച്ച റിസൾട്ട് അല്ലെങ്കിൽ മികച്ച വിജയം തന്നെ ലഭിക്കും. ക്ലീൻ ആൻഡ് റിപ്പയർ ബിഫോർ സ്പ്രേയിങ് ദിസ് ഈസ് വെയർ ദ റിയൽ വർക്ക് ഇൻ പെയിൻറ്റിങ് ഈസ്. ഗെറ്റ് ഔട്ട് ദ എൽബോ ഗ്രീസ്. അതായത് സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നന്നായി വൃത്തിയാക്കുക അല്ലെങ്കിൽ നന്നാക്കുക. പെയിൻറ്റിലെ യഥാർത്ഥ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ്. നമ്മൾ സർഫസ് പ്രിപ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പകുതിയിൽ കൂടുതൽ ജോലി കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോലി കഴിഞ്ഞു എന്നാണ് നമ്മൾ കരുതുന്നത്. അതിനായിട്ട് നമുക്ക് ഗെറ്റ് ഔട്ട് ദ എൽബോ ഗ്രീസ് മീൻസ് എൽബോ ഗ്രീസ് എന്നുള്ള ഓൾ പർപ്പസ് ക്ലീനർ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ആ ജോലിക്ക് ഒരു ആയാസവും സർഫസ് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് കൂടുതൽ ആ ഒരു കാര്യക്ഷമതയും ക്വാളിറ്റിയെല്ലാം കിട്ടുന്നതിനായിട്ട് നമുക്കൊരു എൽബോ ഗ്രീസർ, ഒരു ഡീഗ്രീസർ, ഓൾ പർപ്പസ് ഡീഗ്രീസർ നമുക്ക് ഉപയോഗിക്കാം. ക്ലീൻ ദ സർഫസ് ബൈ റിമൂവിങ് ഓൾ ഡേർട്ട്, ഡസ്റ്റ്, ഗ്രീസ്, പീലിംഗ്, പെയിന്റ് ഓർ other wall recovering. Repair any cracks, chips, holes or other surface defects. Be sure to sand rough areas smooth. എല്ലാ അഴുക്കും പൊടിയും അതുപോലെ ഗ്രീസും പീലിംഗ് മീൻസ് പുറംതൊലി പൊളിയുന്ന പെയിൻറ്റുകൾ എന്നർത്ഥം വരുന്ന പെയിൻറ്റിങ്ങിൽ വരുന്ന ഡിഫക്റ്റാണ് പീലിംഗ്. അതുപോലെ തന്നെ പീലിങ്ങും മറ്റ് സർഫസ് കവറുകൾ നീക്കം ചെയ്ത് ഉപരിതലം വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ പറയുന്നത് റിപ്പയർ എനി ക്രാക്സ്, ചിപ്സ്, ഹോൾസ് ഓർ അതർ സർഫസ് ഡിഫക്ട്സ്. ബി ഷുവർ സാൻഡ് റഫ് ഏരിയ സ്മൂത്ത്. ഏതെങ്കിലും വിള്ളലുകളോ അല്ലെങ്കിൽ ചിപ്പുകളോ ഡെൻസ് അതുപോലെ തന്നെ ഹോളുകളോ അങ്ങനെ വരുന്ന ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് നന്നാക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റഫായിട്ടുള്ള സർഫസ് മിനുസമാർന്നതാണെന്ന് ഉറപ്പാക്കുക. മീൻസ് റഫായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുരുമ്പ് കയറി അല്ലെങ്കിൽ ഒരുപാട് ക്രാക്കുകൾ സംഭവിച്ചതെല്ലാം നമ്മൾ സാൻഡ് ചെയ്ത് കുറച്ചത് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ള സ്മൂത്ത് ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുമെന്നാണ് പറയുന്നത്. ഫോർവേഡ് ഫിൽ എനി ഡെൻസ് ഓർ ക്രാക്സ് ഇൻ ദ സർഫസ് വിത്ത് വുഡ് ഫില്ലർ ഓർ വുഡ് പുട്ടി. ഫില്ലർ അബ്സോർബ്സ് സ്റ്റെയിൻ, പുട്ടി ഡസ് നോട്ട്. Called any open cracks around windows and doors, soffits and fascia. അതായത് തടികൾക്കായിട്ട് അത് നമ്മൾ വുഡ് ഫില്ലർ അല്ലെങ്കിൽ വുഡ് പുട്ടി ഉപയോഗിച്ച് പ്രതലത്തിലെ ഏതെങ്കിലും ഡെൻറ്റുകളോ വിള്ളലുകളോ ഫില്ല് ചെയ്യുക. ഡെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരുപാട് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുക എന്നതാണ് ദന്തെന്ന് പറയുന്നത്. നമ്മൾ വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഡെൻമാർക്സുകൾ കാണും. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന അതെല്ലാം നമ്മൾ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഫില്ലർ അബ്സോർബ്സ് സ്റ്റെയിൻ, പുട്ടി ഡസ് നോട്ട്. കോൾഡ് ഓൾ ഓപ്പൺ ക്രാക്സ് എറൗണ്ട് വിൻഡോസ് ആൻഡ് ഡോർസ്, സോഫിറ്റ്സ് ആൻഡ് ഫാസിയ. പറയുന്നത് ഫില്ലറുകൾ അതിൽ ആ വുഡിലെ സ്റ്റെയിൻ ആഗിരണം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വുഡിൽ ഫില്ലർ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി വുഡിൽ തന്നെ സ്റ്റെയിൻ ഉണ്ട്. മാക്സിമം സ്റ്റെയിൻ അത് അബ്സോർബ് ചെയ്യും. പക്ഷേ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ചിലപ്പോൾ കളർ നിൽക്കണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും എന്ത് ചെയ്യുക? ചിലപ്പോൾ പുട്ടി തന്നെ ചിലപ്പോൾ നമ്മൾ ഇട്ടെന്ന് പോലും അറിയിക്കത്തില്ല. അതാണ് ഡസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്.
പുട്ടി ഡസ് നോട്ട്, നമ്മൾ പുട്ടി ഇട്ടെന്ന് പോലും അറിയത്തില്ല. പക്ഷേ അതൊരു വിഷയമല്ല. അതിൻ്റെ കൂടെ പറയുന്നത് എങ്ങനെയാണ്, ഓൾ ഓപ്പൺ ക്രാക്സ് അറൗണ്ട് വിൻഡോസ് ആൻഡ് ഡോർസ് സോഫിറ്റ്സ് ആൻഡ് ഫാസിയ. അതായത് വിൻഡോകൾക്കും വാതിലുകൾക്കും ചുറ്റുമുള്ള തുറന്ന വിള്ളലുകൾ, സോഫിറ്റുകൾ, ഫാസിയ എന്നിവ കോൾക്ക് ചെയ്യുക. മീൻസ് വിള്ളലുകളെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന ക്രാക്സും ഇറൗണ്ട് വരുന്ന ഇതെല്ലാം എന്ത് ചെയ്യുക, നമ്മൾ സോഫിറ്റ്സും ഫാസിയ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വിള്ളലുകളെല്ലാം കവർ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിമൂവ് ലൈറ്റ് സ്വിച്ച് പ്ലേറ്റ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് ദാറ്റ് അറ്റാച്ച് ടു ദ പെയിൻറ്റിംഗ് സർഫേസ്. യൂസ് പ്രൈമർ ഓൺ ഓൾ bare wood and on areas that are stained and will be painted. When interior painting, always spray in well ventilated areas. അതായത് എന്താണ്, ആ ഒരു പെയിൻറ്റ് ചെയ്യേണ്ട ഉപരിതലത്തിൽ അറ്റാച്ച് ചെയ്യുന്ന ലൈറ്റ് സ്വിച്ച് പ്ലേറ്റുകളും ഫർണിച്ചറുകളും നമ്മൾ നീക്കം ചെയ്യുക. ലൈറ്റ് സ്വിച്ചായിട്ടുള്ള മീൻസ് അത് നമുക്ക് എന്താണ്, നമ്മൾ ആ പ്രതലത്തിൽ ഇലക്ട്രിക്കലായിട്ട് സർക്യൂട്ട്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്വിച്ച് ബോർഡും അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ഫർണിച്ചറുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി നീക്കം ചെയ്യുക. യൂസ് പ്രൈമർ ഓൺ ഓൾ bare wood ആൻഡ് ഓൺ ഏരിയാസ് ദാറ്റ് ആർ സ്റ്റെയിൻഡ് ആൻഡ് വിൽ ബി പെയിൻറ്റഡ്. പറയുന്നത് എല്ലാ bare wood മീൻസ് ഒന്നും ചെയ്തിട്ടില്ലാത്ത നഗ്നമായ നൃത്തം വരുന്ന എല്ലാ വുഡിലും കറകളുള്ള ഭാഗങ്ങളിലും പ്രൈമർ ചെയ്യുക. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് മെത്തേഡ്സ് നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് സർഫസ് പ്രിപ്പറേഷൻ, പുട്ടി ആപ്ലിക്കേഷൻ, പറയുന്നത് പ്രൈമർ ആപ്ലിക്കേഷൻ, ലാസ്റ്റ് ഫിനിഷിങ്. ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിലും എന്ത് ചെയ്യുക, ഫിനിഷിങ്ങിന് മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഇതിലും വുഡിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുക. വെൻ ഇൻറ്റീരിയർ പെയിൻറ്റിങ്, ഓൾവേസ് സ്പ്രേ ഇൻ വെൽ വെന്റിലേറ്റഡ് ഏരിയാസ്. അതായത് നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ആണെങ്കിൽ പോലും നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും നന്നായി വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, പെയിൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മീൻസ് ആ ഒരു മോട്ടോർ ബേസ്ഡ് ആയതുകൊണ്ട് വായു സഞ്ചാരമുള്ള ഭാഗങ്ങളിൽ പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പ്രൊട്ടക്റ്റ് സർഫസ്, അതായത് എന്ത് ചെയ്യുക, നമ്മൾ ഉപരിതലങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. വിത്ത് എനി എയർലെസ് സ്പ്രേയർ എ സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഓവർ സ്പ്രേ ദ പെയിൻറ്റ് ദാറ്റ് മിസ്സസ് ദ ഇൻറ്റൻറ്റഡ് സർഫസ് ഈസ് എക്സ്പെക്റ്റഡ്. അതായത് ഏതെങ്കിലും എയർലെസ് സ്പ്രേയർ ഉപയോഗിക്കുമ്പോൾ ഒരു നിശ്ചിത അളവിൽ ഓവർ സ്പ്രേ നമുക്ക് പ്രതീക്ഷിക്കാം. ഉദ്ദേശിച്ച ഉപരിതലത്തിൽ നിന്ന് വിട്ടുപോകുന്ന പെയിൻറ്റ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെന്താണ്, ഏതെങ്കിലും എയർലെസ് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ ഒരു നിശ്ചിത അളവിൽ ഓവർ സ്പ്രേ നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. അതൊരു ഫോൾട്ടല്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യം, പ്രൊട്ടക്റ്റ് സർഫസസ് ദാറ്റ് ഷുഡ് ബി പെയിൻറ്റഡ് ഫ്രം ഓവർ സ്പ്രേ. വെൻ എക്സ്റ്റീരിയർ പെയിൻറ്റിംഗ്, ഓൾവേസ് ടേക്ക് നോട്ട് ഓഫ് മൈൻഡ് കണ്ടീഷൻസ് ബിഫോർ സ്പ്രേയിങ്. കവർ ഓർ റിമൂവ് ഓൾ baseboards, furniture, shutters, windows, shelves, etc. അതായത് ഓവർ സ്പ്രേയിൽ നിന്ന് പെയിൻറ്റ് ചെയ്യേണ്ടാത്ത ഉപരിതലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വരുമ്പോൾ അത് പരിരക്ഷിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതാണ് നമ്മളത് ചെയ്യുക. പുറമേ പെയിൻറ്റ് ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും കാറ്റിൻ്റെ ആ ഒരു റൂട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാ ബേസ് ബോർഡുകളും ഫർണിച്ചറുകളും പറയുന്നത് കവർ ഓർ റിമൂവ് ഓൾ ബേസ് ബോർഡ്സ്, ഫർണിച്ചർ, ഷട്ടേഴ്സ്, വിൻഡോസ്, ഷെൽഫ്സ്, എക്സെട്ര. അതായത് എല്ലാ ബേസ് ബോർഡുകളും ഫർണിച്ചറുകളും ഷട്ടറുകളും വിൻഡോകളും മീൻസ് ആ വരുന്ന കൃത്രിമമായിട്ടുള്ള കുറ്റിച്ചെടികൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ചെയ്യുക, നമ്മൾ മൂടുക. നമ്മളെന്താണ്, അത് കവർ വെച്ച് മൂടി മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച്, പെയിൻറ്റേഴ്സ് മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് നമ്മളത് മൂടുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് മാറ്റുക. ആവശ്യാനുസരണം ഒരു സ്പ്രേ ഷീൽഡും കൂടി കരുതുക. യൂസ് എ സ്പ്രേ ഷീൽഡ് ആസ് നെസസറി. പറഞ്ഞതുപോലെ നമ്മൾ ആവശ്യാനുസരണം നമ്മളൊരു സ്പ്രേ ഷീൽഡ് കരുതുക.
For interior painting, always spray in well-ventilated areas. Use safety glasses, goggles, mask and spray soak. Always consult your material supplier and operation manual for specific job equipments. അതായത് എന്തുകൊണ്ട് നമ്മൾ ഇൻറ്റീരിയർ പെയിൻറ്റിങ്ങിനായിട്ട് എല്ലായ്പ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ വായു സഞ്ചാരമുള്ള വെന്റിലേറ്റഡ് ഏരിയാസ് നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് ഏറ്റവും എന്താണ് നമുക്ക് പെയിൻറ്റിങ്ങിന് ഏറ്റവും പറ്റുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു സഞ്ചാരം എപ്പോഴും കടന്നു വരുന്ന സ്ഥലമാണെന്നുള്ളതാണ് ഏറ്റവും ഉചിതം. ഓക്കെ, അങ്ങനെ വരുന്ന വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം, മാക്സിമം ഇത് സ്പ്രേയിങ് ചെയ്യാനായിട്ട് നോക്കൂ. അതിനോടൊപ്പം തന്നെ പറയുന്നത് യൂസ് സേഫ്റ്റി ഗ്ലാസ്സസ്, ഗോഗിൾസ്, മാസ്ക് ആൻഡ് സ്പ്രേ സോക്ക്. അതായത് സുരക്ഷാ ഗ്ലാസുകളും കണ്ണടകൾ, മാസ്ക്, സ്പ്രേ സോക്ക് ഇവ നമ്മൾ കർശനമായിട്ടും നമ്മൾ ആ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഓൾവേസ് കൺസൾട്ട് യുവർ മെറ്റീരിയൽ സപ്ലയർ ആൻഡ് ഓപ്പറേഷൻ മാനുവൽ ഫോർ സ്പെസിഫിക് ജോബ് റിക്വയർമെൻറ്റ്സ്. അതായത് അതിനോടൊപ്പം പറയുന്ന നിർദ്ദിഷ്ടമായിട്ടുള്ള തൊഴിൽ ആവശ്യകതകൾക്കായി എല്ലായ്പ്പോഴും നിങ്ങളുടെ മെറ്റീരിയൽ വിതരണക്കാരനെയും ഓപ്പറേഷൻ മാനുവലിനെയും സമീപിക്കുക. അതായത് നമ്മളിതിനെപ്പറ്റി ഡൗട്ടാണെങ്കിലും നമുക്കിതിനെപ്പറ്റി ഒരു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ ഓപ്പറേഷൻ മാനുവൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് നോക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ആ ഒരു ജോബിന് പ്രൊഫഷണലായിട്ടുള്ള ഒരു കാര്യം.